ഹായ് ഫ്രണ്ട്സ്, കുറേ നാളിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 200 ഗ്രാം ചെമ്മീനുണ്ട്. ചെമ്മീൻ കഴുകി അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിൽ ഓരോ കൊഞ്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ നാര് കളഞ്ഞിരിക്കണേ. നാര് വിഷാംശം ഉള്ളതായത് കാരണം ആ നാര് കളഞ്ഞ് വേണം അത് ക്ലീൻ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് അലർജി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പ്രോൺസ് ഒരുപാടങ്ങ് വെന്താലും റബ്ബർ പോലെ ആയിപ്പോവും. പിന്നെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഗ്രേവിയിലിട്ട് ഒന്നുകൂടെ വേവിക്കുന്നുമുണ്ട്. അപ്പോൾ തിരിച്ചും മറിച്ച് വിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരുപാട് സമയം അതിനകത്തിട്ട് വേവിച്ചെടുക്കുന്നില്ല. അത് ഓരോ വശം വെച്ചിട്ട് തിരിച്ചും മറിച്ച് വിട്ട് അത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് അത് ആ തവയിൽ നിന്ന് കോരി മാറ്റി വെക്കുക. കോരി മാറ്റിയതിന് ശേഷം ആ വറുത്ത എണ്ണയിലേക്ക് തന്നെ ഞാൻ അല്പം കടുക് ഇട്ടു. പക്ഷേ അരപ്പിൻ്റെ അംശം ഉള്ളത് കാരണം കടുക് പൊട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ആ തവയൊന്ന് ചരിച്ച് വെച്ച് ആ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണേ. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 1.5 സവാള, ഒരു വലിയതും ഒരു ചെറിയതുമായ സവാള അരിഞ്ഞത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് വേണം അത് വാട്ടിയെടുക്കാനേ. അല്ലെങ്കിൽ സവാള പെട്ടെന്ന് വാടി കിട്ടത്തില്ല. അപ്പോൾ ഒരല്പം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അതൊന്ന് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തതിന് ശേഷം അടച്ച് വെച്ചത് വേവിച്ചെടുക്കണം. നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 2 പച്ചമുളക് 4ആയിട്ട് കീറിയത് ഇട്ട് ഒരു വലിയ തക്കാളിക്കായും ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി അതിൻ്റെ പച്ചമണം മാറണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ. അതുവരെ നന്നായി ഇളക്കി കൊടുക്കുക. തക്കാളി കൂടിപ്പോയെന്ന് തോന്നും, ഇല്ല, പക്ഷേ ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇച്ചിരി വലിയ തക്കാളിക്ക് ആണെങ്കിൽ അത് നല്ല ഫ്ലേവറും കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് നമുക്ക് ഇനി ചേർക്കേണ്ടത് പൊടി ഐറ്റംസാണ്. പൊടി ഐറ്റംസ് ചേർക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടി ഐറ്റം എല്ലാം മൂപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് എണ്ണ അതിനകത്തുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം എണ്ണ ആഡ് ചെയ്താൽ മതി. ഈ സവാള വഴറ്റുമ്പോൾ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഈ അരപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അരപ്പും സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം. എന്നിട്ട് അതിൻ്റെ ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ വെള്ളത്തിൽ കിടന്ന് ഇതിനകത്തുള്ള അരപ്പിൽ കിടന്ന് അതൊന്നുകൂടെ വെന്ത് കിട്ടും. അപ്പോൾ ആവശ്യത്തിന് മല്ലിയിലയും കൂടെ അരിഞ്ഞത് ചേർക്കുക. അത് ഓപ്ഷണലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇനിയൊരു വീഡിയോ ഇട്ടുണ്ടെങ്കിൽ തന്നെ കാണാം. ഓക്കെ, താങ്ക് യു.